ഹായ് നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഈ പഠന വൈകല്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മൾ അവരെ കല്യാണം ആലോചിക്കുന്ന വീഡിയോ, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം വേറൊന്നുമല്ല, ഈ പഠന വൈകല്യമുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ അവർക്കുള്ള കുറവുകൾ അതെന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമായിട്ട് പഠന വൈകല്യം എന്ന് പറയുന്നത് ജന്മനാ ഉള്ളൊരു ഡിസോർഡറാണ്. അവർക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ അറിയത്തില്ല. അതായത് നമ്മൾ ഒരു മൊത്തത്തിലൊരു ഊർജ്ജക്കുറവ്, അതാണ് മെയിനായിട്ടും ഈ ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുത്താൽ പോലും അവർക്ക് നമുക്ക് വലിയ പാടറിയാം അവരെ പഠിപ്പിച്ചെടുക്കാനായിട്ട്. അത് ജന്മനാ ഡിസോർഡറാണ്. അപ്പം അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ, അതായത് എളുപ്പത്തിലുള്ള ഇപ്പോൾ ഒരു പെണ്ണെ സംബന്ധിച്ചോളം, പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് അടുക്കള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അവരെ മനസ്സിലാക്കി കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള വലിയൊരു പാടുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കൂട്ടത്തിലാണ്. ദേഷ്യം എന്ന് വെച്ചാൽ അവരുടെ ദേഷ്യം നമുക്കൊരു അനുഭവത്തിൽ കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ദേഷ്യം, അതായത് എന്തെങ്കിലും ചില ഭയങ്കര വാശിക്ക്, അത് മേടിക്ക് കൊടുക്കാവോ, അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെറിയൊരു വാശി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരാണ്. പിന്നെ അവരുടെ എക്സാമൊക്കെ മിക്കവാറും സ്ക്രൈബ് വഴിയാണ് എഴുതിക്കുന്നത്. അവർ പഠിച്ച് ജസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. എക്സാമൊക്കെ എഴുതുന്ന വേറെ ആൾക്കാരായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് അവർ എക്സാമൊക്കെ എഴുതുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇതുപോലെ അവരുടെ വിവാഹാലോചനയ്ക്ക് ഇങ്ങനെ പഠന വൈകല്യമുള്ള കുട്ടിയാണ്, അതാണ് കുറവെന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കൂടെ നമ്മൾ പറയുന്നത് വെച്ചാൽ അവർ എത്ര വരെ പഠിച്ചെന്നൊക്കെ ചോദിക്കുമ്പം +2 വരെ അല്ലെങ്കിൽ ഡിഗ്രി. പക്ഷെ അവർ സത്യം പറഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പക്ഷെ അവർക്ക് വെറുതെ അവർ പഠിച്ച് അവർ ഇരുന്നു എന്നല്ലാതെ യാതൊരു ഒരു ഗുണം അവർക്ക് ജീവിതത്തിൽ. അവരുടെ പേര് പോലും ചിലപ്പോൾ അവർക്ക് അങ്ങനെ പല കാറ്റഗറിയാണ്, പല ആൾക്കാരുണ്ട്. ചിലവർക്ക് പേര് പോലും എഴുതാൻ അറിയാത്തവരുണ്ട്. അങ്ങനെ നമ്മൾ അവരെ പിന്നെ മൂന്നാമത്തെ പിന്നെ നമ്മൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ ജീവിതം കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ അതുപോലൊരു ത്യാഗം നമ്മൾ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അവരെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ, ഞാൻ പറഞ്ഞു, മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാടാണ്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധിപ്പിച്ചെടുക്കാൻ. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ അറിയാം, മൊബൈലെ കാര്യങ്ങൾ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു കടയുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് ഭാര്യനെയും കൂടെ ഇരുത്തി ജോലി ചെയ്യേണ്ടതാണെങ്കിൽ അതൊന്നും ഈ ഒരു പഠന വൈകല്യമുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ചാൽ നമുക്കത് ഒരിക്കലും സാധ്യമാകില്ല. ഒറ്റയ്ക്ക് തന്നെ നമ്മളത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇവർക്ക് ഞാൻ പറയല്ലോ, കണക്കും കാര്യങ്ങളും എല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു പൈസ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ഇത്രയാണ്. ഒരു കടയിലോട്ട് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബാലൻസുകൾ അത് കറക്റ്റായി നമ്മൾ തിട്ടപ്പെടുത്തി കൊണ്ടുവരാനുള്ളൊരു കഴിവില്ല. മൊത്തത്തിൽ ഒരു വിദ്യാഭ്യാസപരമായിട്ട് യാതൊരു അറിവില്ലാത്തൊരു കൂട്ടരുണ്ട്. അപ്പം പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം പിന്നെ ഇവരുടെ സ്നേഹം കുറച്ച് ജെന്യുവനായിരിക്കും. അതായത് ഇവരുടെ സ്നേഹം, അതായത് നമ്മളിപ്പോൾ ഒരാളെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവർ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ ഒരു ജെന്യുവനായിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ മൊത്തത്തിൽ ഒരു കളങ്കമില്ലാത്ത ഒരു ഹൃദയമുള്ളവരായിരിക്കും ഇവർ. മൊത്തത്തിൽ കളങ്കമില്ലാത്തൊരു ഹൃദയം. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് അതൊരു ത്യാഗമായിട്ട് കൊണ്ടുവരും. അതെന്ന് വെച്ചാൽ അവരെ കെയർ ചെയ്ത് മരണം വരെയും
കൊണ്ടുപോകാനുള്ളൊരു കെയറിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ക്ഷമയില്ലാത്ത ആളെങ്ങനെയാണ് രണ്ടാം പക്കം ആ വിവാഹം തുടർന്ന് പോകാതെ അത് ഡൈവേഴ്സ് ആകേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ വിവാഹം ആലോചിക്കുമ്പം കുറച്ച് ത്യാഗമുള്ളവർ വേണം ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.